അശ്വതി നാളിൽ ജനിച്ചവർ വളരെ സ്നേഹവും ഐശ്വര്യവും മാതൃസ്നേഹവും ദൈവാധീനവും ഉള്ളവരായി കാണപ്പെടുന്നു. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ്. രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗങ്ങൾ പരീക്ഷിച്ചവരാണ്. എത്ര തന്നെ ആയാലും ഒന്നിനോടും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവരാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ആരോഗ്യം സംരക്ഷിക്കുന്നവരാണ്. നല്ലൊരു പ്രയത്നശാലിയാണ്. എപ്പോഴും സന്തോഷത്തെയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് എന്ന് ആലോചിച്ച് നിന്ന സമയം വരെ ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്നവരാണ്. എന്ത് കാര്യം ഏറ്റെടുത്താലും എത്ര കഷ്ടപ്പെട്ടായാലും അത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിവുള്ളവരാണ്. ഇനി ആര് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും സ്വന്തം തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്നവരാണ്. അശ്വതി നാളിൽ ജനിച്ച പുരുഷന്മാർ വളരെ കഴിവും പ്രസരിപ്പും ബുദ്ധിയുമുള്ളവരാണ്. ഇവരുടെ മനസ്സ് വളരെ നിഗൂഢമാണ്. ആർക്കും പെട്ടെന്ന് ഇവരെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഇവർ ജീവിതം വളരെ ശാന്തവും സമാധാനപരവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ കോപം നിയന്ത്രിച്ചില്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. ഇതിൽ ജോലി നഷ്ടപ്പെട്ടവരും അടുത്ത ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവരും ഉൾപ്പെടുന്നു. വളരെ ശാന്തരായിട്ടുള്ള ഇവർക്ക് കോപം വന്നാൽ നിയന്ത്രിക്കാൻ ആർക്കും തന്നെ സാധിക്കുന്നതല്ല. അശ്വതി നാളിൽ ജനിച്ചവർ നല്ല കുടുംബസ്നേഹികളാണ്. പിതാവിൻ്റെ വേർപാട് ജീവിതത്തിൽ തളർത്തിയ ഏറ്റവും വലിയ ഒരു ദുഃഖമായിരുന്നു. ഈശ്വരവിശ്വാസം കൈവിടാത്തതിനാൽ താങ്ങായും തണലായും എല്ലാ ദുഃഖത്തിൽ നിന്നും കൈപിടിച്ച് കയറ്റാൻ ഈശ്വരൻ കൂടെ കാണും. ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ് അശ്വതി നക്ഷത്രത്തിൽ പിറന്നവർ. ഈശ്വര സഹായത്താൽ ഗവൺമെൻറ് ജോലി നേടിയവരും ബാങ്കിൽ ജോലി ചെയ്യുന്നവരും അധ്യാപകരും ഇതിൽ ഉൾപ്പെടുന്നു. സാമ്പത്തികമായി ഒരുപാട് തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. സുഹൃത്ത് ബന്ധം വഴി ചതിയിൽപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യം നന്നായി നോക്കുക. മദ്യപാനം കുറയ്ക്കുക. എത്ര തകർന്നു പോയാലും ദൈവം കൈപിടിച്ചുയർത്തും എന്ന വിശ്വാസത്തെ മുറുകെ തന്നെ പിടിക്കുക. ശത്രുദോഷം നല്ലതായി കാണുന്നു. അയൽവാസിയുമായി വാക്കുതർക്കത്തിന് സാധ്യത ഏറെയാണ്. വീട്ടിൽ കലഹം പതിവ് സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാത്തിനോടും ഒരു വെറുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് സ്നേഹിച്ചവർ അകറ്റി നിർത്തുമ്പോൾ അത് താങ്ങാൻ കഴിയാതെ വരുന്നു. ഈ ദുഃഖങ്ങൾ എല്ലാം മാറി സമയം നല്ലതാകാൻ പോകുന്നു. വരും ദിവസങ്ങളിൽ ശുഭവാർത്തകൾ കേൾക്കാൻ ദൈവം അനുഗ്രഹിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ സൂര്യൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതല്ല. പരിഹാരമായി എല്ലാ മാസവും അശ്വതി നാളിൽ ഗണപതി ഹോമം നടത്തുക. അതോടൊപ്പം തന്നെ ശിവക്ഷേത്രം സന്ദർശിക്കുന്നതും ശിവഭഗവാന്റെ ഇഷ്ടവഴിപാടായ കൂവളത്തിന്മാല സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. നിങ്ങളുടെ എന്ത് തന്നെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ആയാലും അത് എന്നോട് പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ പേരും നാളും പറയുക. എൻ്റെ ദിവസ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അശ്വതി നാളിൽ ജനിച്ചവർ വളരെ സ്നേഹവും ഐശ്വര്യവും മാതൃസ്നേഹവും